ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോളന്റെ റെസിപ്പിയാണ്. മാഗി പോളയാട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. വേവിച്ചെടുത്ത ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അടർത്തിയെടുത്തതാ. വല്ലാണ്ടങ്ങ് ക്രഷ് ചെയ്തെടുക്കണ്ട, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. അത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കുറേ ടൈം ഇട്ട് അങ്ങനെ ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഫ്രൈ ആക്കി എടുത്തിട്ട് പാനിന്ന് അതൊന്ന് മാറ്റി വെക്കാം. ഫ്രൈ ആക്കി എടുത്ത ആ ഒരു ചെറിയൊരു ഫ്ലേവർ അതിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ഇതാ ഞാനിപ്പോൾ പാനിൽ ഓയിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ആക്കി എടുത്ത ശേഷം നിങ്ങൾ പാനിൽ ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല വലുപ്പമുള്ള ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ ഉള്ളി എടുക്കുന്നെങ്കിൽ 2 എണ്ണം അങ്ങനെ എടുക്കുക, വലുതാണെങ്കിൽ 1 മതി. പിന്നെ അത് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളിന്റെ പേസ്റ്റും 1/4 ടീസ്പൂൺ ഇഞ്ചിന്റെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മളെ മാഗിന്റെ കൂടെ കിട്ടുന്ന ആ ഒരു പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിലിപ്പോൾ ഒരു പാക്കറ്റിൽ ഉപ്പും ഒരു പാക്കറ്റിൽ ചില്ലി പൗഡർ ആയിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ഉപ്പ് യൂസ് ചെയ്യുന്നില്ല, ചില്ലി പൗഡർ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 മാഗിയാണ് എടുക്കുന്നത്. ഇത് ഈ ഒരു മാഗി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, 80 ഗ്രാമിന്റെ 2 പാക്കറ്റ്. അപ്പോൾ ഈ 2 പാക്കറ്റിലുള്ളയും ചില്ലി പൗഡർ ഞാൻ ഇതിലേക്ക് ഈ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാഗിയിലും ഇങ്ങനെ വരുന്ന എനിക്ക് തോന്നുന്നത്. അഥവാ നിങ്ങൾ വാങ്ങുന്ന മാഗിയിൽ ഇത് ഇല്ല എങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ പിന്നെ മാഗിയിൽ ഇതാ ഈ ഒരു പാക്കറ്റ് കൂടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്നിൽ സീസണിങ് ഓയിലും ഒന്നിൽ സോയ സോസും ആണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് മാഗി വേവിക്കുന്ന സമയത്ത് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ആ ചില്ലി പൗഡർ ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ 2 മാഗിന്റെ പാക്കറ്റിൽ വരുന്ന ചില്ലി പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. ഈ ഒരു സമയത്ത് നമുക്ക് അപ്പുറത്തെ ഗ്യാസിൽ നിന്ന് മാഗി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. മാഗി വേവിക്കാൻ വേണ്ടി ഞാനിതാ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു പാക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഒന്നിൽ സീസണിങ് ഓയിലും ഒന്നിൽ സോയ സോസും ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് മാഗിൻ്റെയും ഈ ഒരു സീസണിങ് ഓയിലും സോയ സോസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന മാഗിയിൽ ഈ ഒരു പാക്കറ്റ് ഇല്ല എങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സോയ സോസും അതുപോലെ 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതാ മാഗി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഊറ്റിയെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ മാഗി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കണക്കാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 80 ഗ്രാമിന്റെ മാഗി, അതുപോലെ 80 ഗ്രാമിന്റെ 2 പാക്കറ്റ് മാഗി, അതുപോലെ 2 കപ്പ് വെള്ളം അങ്ങനെയായിട്ടാണ് വെച്ച് കൊടുത്തത്. അപ്പം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നതിന്റെ വെള്ളം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. മാഗി അവിടുന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് മസാലയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതാ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രൈ ആക്കി മാറ്റി വെച്ച ചിക്കനാണ്. അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിന്. ലാസ്റ്റ് നമുക്ക് പോളൊന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിന്. ബാക്കിയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ പാസ്ലി ലീവ്സ് ആട്ടാ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് മാഗി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി കറക്റ്റ് വേവായിട്ടുണ്ട്. നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഞാനിതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്
ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ആ ഒരു മാഗിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ രണ്ടും കൂടി നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് വേണ്ടിയിട്ട് മുട്ടന്റെ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിതാ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 4 നല്ല വലുപ്പമുള്ള മുട്ടയാട്ടോ ഞാൻ എടുത്തത്. അപ്പൊ ഇതാ 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കാരണം ചിക്കന് വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളി ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ചേർത്തിന്. പിന്നെ മാഗി വേവിച്ചെടുക്കുന്ന സമയത്ത് സോയാ സോസ് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് വന്നിന്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മാഗിന്റെയും ആ ഒരു ഫില്ലിങ്ങിന്റെ എല്ലാം ആ ഒരു മിക്സിലേക്ക് ഈ മുട്ടന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാട്ടോ പോള സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ വേണമെങ്കിൽ ഓയിൽ അങ്ങനെ തേക്കാം, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ നെയ്യ് തേച്ച് കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു ഇതിൽ നെയ്യ് അങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇത് ഗ്യാസിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി എടുത്തതിൽ നിന്ന് കുറച്ച് ചിക്കനെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ചിക്കന് ഇതിന് മേലെയായിട്ട് ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മേലെയായിട്ട് കുറച്ച് പാസ്ലി ലീവ്സും കൂടി ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില അങ്ങനെ വെച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അതങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് അതിപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് എടുത്തിട്ടാ ഇത് ആയി വരാന്. ചില ആൾക്കാർക്ക് അതിലൊന്ന് നേരത്തെ ആയി കിട്ടും. അപ്പൊ നിങ്ങൾ ആയിനോ നോക്കിയിട്ട് അങ്ങനെ എടുത്ത് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് ഇത് അടിക്ക് പിടിക്കുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിന് തായായിട്ട് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പാൻ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല. എനിക്ക് സാധാരണ അങ്ങനെ അടിക്ക് പിടിക്കലില്ല, നല്ലോണം കിട്ടലുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു 15 മിനിറ്റിന് ശേഷമാട്ടോ ഞാൻ ഓപ്പൺ ആക്കുന്നത്. അതൊക്കെ കറക്റ്റ് ആയി കിട്ടീന്. ഇതിനി തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, മേലെയുള്ള നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടാറിയ ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പൊ നമ്മളെ മാഗി പോള റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.